നിന്ന് മതിയാ എന്താ ഷായ അകത്ത് ഒന്ന് രണ്ട് ചെടികൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഇച്ചയ്ക്ക് വേണമെങ്കിൽ മതി. ഇത് ഇച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ല. മൂന്ന് അപ്പൊ വീട്ടിൽ ഇരിക്കുന്ന ലൈറ്റ്സോ? പുതിയ ഡിസൈൻ ഉണ്ട്. ഇപ്രാവശ്യം എന്താണോ കാണാൻ പോകുന്നത്? പുതിയ ഡിസൈൻ. ബണ്ണിങ്സിലോട്ട് കയറണ്ട, അവിടെ നിറച്ച് ക്രിസ്മസ് ഐറ്റംസ് ആണേ. ഈ കണ്ടോ, ഈ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം ക്രിസ്മസ് ലൈറ്റ്സ് ആണ്. പലതരത്തിലും പല നിറ ലൈറ്റ്സ് മാത്രമല്ല കേട്ടോ, എല്ലാത്തരം ഡെക്കറേഷൻസും അവിടെ ഉണ്ട്. ഇതിപ്പോൾ നവംബർ ഒരു മിഡ്-ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഒക്ടോബറിലെ അല്ലെങ്കിൽ അതിനു മുന്നേ ഇവിടെ വന്നു തുടങ്ങി കേട്ടോ. ഇവിടുന്നൊന്നും വേണ്ട, നമുക്ക് അടുത്ത ഷോപ്പിൽ പോകുമ്പോൾ മതി. എനിക്ക് എണ്ണി പറക്കി എടുത്തോലെ ഞാനും എടുക്കുവേ. ഞങ്ങൾ ബണ്ണിങ്സിൽ ചുമ്മാ 1-2 സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇച്ച ലൈറ്റ്സ് കണ്ടപ്പോൾ മേടിച്ചു. ഇവിടെ ഒരു ഡിസംബർ തുടങ്ങിയ പിന്നെ ഇവിടെ ഇതൊന്നും കാണത്തില്ല കേട്ടോ, എല്ലാം കാലിയായിട്ടുണ്ടാകും. നമുക്ക് അത്യാവശ്യത്തിന് ലൈറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് മേടിക്കാൻ നോക്കിയാൽ ഇവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5-6 എണ്ണം അങ്ങ് എടുത്തത്. ഇത് നമ്മുടെ സെക്ഷനിലോട്ടെത്തി. പുതിയ ഒത്തിരി പ്ലാന്റ്സ് വന്നിരിപ്പുണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ, സമ്മർ തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ട്രോപ്പിക്കൽ പ്ലാന്റ്സ് കുറേ വന്നിരിപ്പുണ്ട്. നമ്മൾ കാണാത്ത, ഇവിടെ അങ്ങനെ എപ്പോഴും അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സൊക്കെ ഒരുപാട്. നമ്മുടെ ഈ പ്ലാന്റ് ഞാനിങ്ങനെ മാർക്ക് പ്ലേസിൽ നോക്കുമ്പോൾ ഒരു ചെറിയ കട്ടിങ്, അതും ഒരു നോഡോട് കൂടിയ ഒരു കട്ടിങ്ങിനൊക്കെ $30-40 ഞാൻ ഓർത്ത് ഇതെന്തോ പ്രഷ്യസ് ആയിട്ടുള്ള പ്ലാന്റാന്ന് വിചാരിച്ച്. പക്ഷേ ഇതിന് $12-15 ഉണ്ടായിരുന്നല്ലോ കേട്ടോ. എനിക്കൊന്ന് 12 ആയിരുന്നു തോന്നുന്നു. അപ്പം അതിനെ ഞാൻ ബുക്ക് ചെയ്യാം കേട്ടോ, കാരണം അധികം അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും. പിന്നെ ഇതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കുന്നേ ഉള്ളൂ. ഇത് ഈ ഒരു സിങ്കോണിയം ഫാൻറ്റസി, വൈറ്റ് ഫാൻറ്റസിയും അതെ, ഈ പിങ്ക് പ്രിൻസസും വൈറ്റ് പപ്പ് ഫാൻറ്റസിയാണ് മെയിനായിട്ടും എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്ന ഒരു പ്ലാന്റ്സ്. അപ്പോൾ അതിന് 2 എടുത്തു. മറ്റേത് ചെറിയൊരു പ്ലാന്റാണ്, അതിനെ നമുക്ക് വളർത്താമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ കാണുന്ന മിക്ക പ്ലാന്റ്സും വേണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാനിങ്ങനെ ആശയടക്കി. ഓക്കെ, 2 പ്ലാന്റ്സിനെ എടുത്ത് പുറത്തോട്ട് വന്നപ്പോൾ ദേ ഇരിക്കുന്ന നമ്മുടെ ജെറേനിയം നിറച്ച് പൂവൊക്കെ ആയിട്ട്. എന്താ ചെയ്യല്ലേ. പക്ഷേ ഇവനെ ഞാൻ എടുക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും അവസാനം പിന്നെ മറന്നുപോയി കേട്ടോ. ഞാൻ ഇച്ചാട് ചോദിച്ചു, ഇച്ചായ്ക്ക് ആക്ച്വലി ഈ പൂവൊന്നും പിടിക്കാത്ത ചെടിയേക്കാളും ഈ പൂ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ചെടികൾ എടുക്കാനാണ് താല്പര്യം. എന്തൊരു വിഷമം, നമ്മളിന്ന് ഒരു പ്ലാന്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു വന്നല്ലേ. പ്ലാന്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് അല്ല, അത് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നോക്കിയേ, എന്തോരം പ്ലാന്റ്സാ. നമുക്ക് ഒരു ചെറാബല പോലും എടുക്കാതെ പോയി എന്തെങ്കിലും തോന്നിയാലോ ബണ്ണിങ്സുകാർക്ക്. പിന്നെ ഞാൻ അവിടെ 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചയ്ക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ എടുക്കത്തുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഇച്ചയ്ക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഏതാന്ന് വെച്ചാ. അത് വേണ്ട. അവിടെയൊക്കെ 15-18 രൂപ. അത് നമുക്ക് വേണ്ട. നമുക്ക് ഈ 11 രൂപ, നമുക്ക് ഈ 11 രൂപയുടെ എല്ലാം മതി. പക്ഷെ ഇത് കൊള്ളത്തില്ല, ഇത് കുഞ്ഞു പൂവില്ല. അയ്യേ, 11 രൂപയുടെ കുഞ്ഞു പൂവാ. അവിടെ വലിയ പൂവവിടെ. നമുക്ക് നോക്കിയിട്ട് വരാം. എനിക്ക് ആ പൂക്കളെല്ലാം നിൽക്കുന്ന കണ്ടിട്ട് വേണമെന്നുമുണ്ട്, എന്നാൽ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് അത് ചീഞ്ഞു പോയത് കൊണ്ട് വേണ്ടാന്നുമുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങ് നടന്നു. പിന്നെ അത് മറന്നു പോയത് കാര്യമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ദേ നമ്മുടെ ഈ വെണ്ട, ഈ ഒരു ചുമന്ന വെണ്ട കണ്ടിട്ട് ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് വളരെ റെയറായിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ, അപ്പോൾ അതിനെ എടുത്തു. പിന്നെ 1-2 പൂച്ചെടികൾ, ഇവരെയൊക്കെ ഞാൻ നട്ടു. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കാണുമല്ലേ. എൻ്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഇതിനെ എപ്പോഴാണോ ഇടുന്നതെന്ന്. സോറി കേട്ടോ, ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഇവിടെ സെലക്ഷൻ നടക്കുകയാണ്. അത് വേണോ, ഇത് വേണോ, ഇതാണോ നല്ലത്, അതാണോ ഹെൽത്തി, അതാണ് ഇവിടുത്തെ ഹാർഡസ്റ്റ് പാർട്ട്. മതിയാ എന്താ ഷായ അകത്ത് 1-2 ചെടികൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഇച്ചയ്ക്ക് വേണമെങ്കിൽ മതി. ഇത് ഇച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ല. കളിക്കാനുള്ള സ്ഥലം. ശരി എന്നാ.
ആ ഇത് കണ്ടോ, ഇതാ അപ്പച്ചൻ്റെ കയ്യിലിരുന്നത്, അതിൻ്റെ ചെറുത് ഇതല്ല. അപ്പോൾ അതിൻ്റെയും ഒരെണ്ണം എടുത്തു കേട്ടോ. ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ബണ്ണിങ്സ് പർച്ചേസ്. ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി മെയിനായിട്ട് ദേ താഴെ ഇരിക്കുന്ന സാധനം മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത്. പോകുന്ന വഴിക്ക് ദേ ഈ ഒരു പ്ലാന്റ് കൂടെ എടുത്തു കേട്ടോ, ഫിഡൽ ലീഫിൻ്റെ. അത് ഇച്ചാക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആയിരുന്നേ, അപ്പോൾ അതുകൂടെ കൈക്കലാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.